മഴ ശക്തമായതിനാൽ ഇടുക്കി കല്ലാർകുട്ടി പാംബ്ല ഡാമുകൾ തുറക്കും. കല്ലാർകുട്ടി ഡാമിൽ നിന്ന് 300 ക്യൂബിക്സ് വെള്ളവും പാംബ്ല ഡാമിൽ നിന്ന് 600 ക്യൂബിക്സ് വെള്ളവും പുറത്തേക്ക് ഒഴുകിവിടും. ഡാം തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. അതേസമയം മുതിരപ്പുഴയാർ, പെരിയാർ എന്നിവയുടെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത്. ഇടുക്കിയിൽ പ്രത്യേകിച്ച് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഏതൊക്കെ ഡാമുകളാണ് തുറക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റെന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ? നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ രണ്ട് ഡാമുകൾ, കല്ലാർകുട്ടി ഡാമും അതുപോലെ തന്നെ പാംബ്ല ഡാമും തുറക്കാൻ നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് ശേഷം ഈ ഡാമുകൾ ഏത് സമയവും തുറക്കാനുള്ള ഒരു അനുമതിയാണ് നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. ഈ 300 ക്യൂബിക്സ് വെള്ളം കല്ലാർകുട്ടി ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിടാനും അതുപോലെ തന്നെ പാംബ്ല ഡാമിൽ നിന്ന് 600 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുമാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുതിരപ്പുഴയാർ, പെരിയാർ എന്നിവയുടെ ഇരുകരകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മേഖലകളിലെല്ലാം തന്നെ ഡാമിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടെങ്കിൽ മാത്രമേ ഇത് ഒരു കൃത്യ ലെവലിൽ നിർത്താൻ സാധിക്കൂ. അതിന്റെ ഭാഗമായി എന്നോണമാണ് ഇത്തരത്തിൽ ഈ ഒരു ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലങ്കര ഡാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുറന്നിരിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ അടച്ചിട്ടുണ്ട്. 4 ഷട്ടറുകളാണ് തുറന്നിരുന്നത്. അതിൽ 2 ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടുണ്ട്. 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ മാത്രം ഉയർത്തിയാണ് നിലവിൽ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഈ ഒരു തൊടുപുഴ മേഖലകളിൽ, അതായത് ലോ റേഞ്ച് മേഖലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് ഈ ഒഴുക്ക്, അതായത് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ 2 ഷട്ടറുകൾ അടച്ചത്. എന്തായാലും ഈ വരും മണിക്കൂറുകളിലും മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ജില്ലയിൽ ആകമാനം ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. കാർമേഘമാകെ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 10 മണിക്ക് ശേഷം ഈ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും ജില്ലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ശരി സുബിൻ.